ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗത്തിലെ എന്തായാലും പ്രകാശനും അതുപോലെ രതീഷും കൂടി മലയ്ക്ക് പോയിട്ട് ഒരു കുഴപ്പവും കൂടാതെ അവർ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് തിരികെ എത്തിയിട്ടുള്ളത്. തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ കാർത്തികയുടെ വിവാഹം നല്ല ഭംഗിയായി നടക്കാനൊക്കെയാണ് പ്രകാശൻ മനസ്സ് ഉരുകി പ്രാർത്ഥിച്ചു വന്നിട്ടുള്ളത്. അതേ സമയത്താണെങ്കിൽ സരയു ആകെ ഭ്രാന്ത് കയറിയ രീതിയിൽ നടക്കുകയാണ്. RS കൺസ്ട്രക്ഷനിൽ ആദ്യം നല്ല രീതിയിൽ നല്ല ഉത്തരവാദിത്തോടു കൂടി ജോലി ചെയ്തിരുന്ന സരയും മനോഹർ ജയിലിൽ നിന്ന് അപകടം പറ്റി പുറത്തായി എന്നറിഞ്ഞ അന്നു മുതൽ ജോലി ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുക പോലും ഇല്ലാതെ ഇങ്ങനെ പരക്കം പാഞ്ഞു നടക്കുകയാണ്. ഒരു പ്രാവശ്യം നേരിട്ടും രണ്ടാമത്തെ പ്രാവശ്യം ഗുണ്ടകളെ പറഞ്ഞയച്ചും ആശുപത്രിയിൽ കിടക്കുന്ന മനോഹറിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും തലനാരിഴയ്ക്ക് മനോഹർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്തായാലും തന്നെ സഹായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയെയും കിരണിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സരയു. അങ്ങനെ സരയു ഈ കമ്പനിയിൽ ജോലി ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരോട് പൊട്ടിത്തെറിക്കുകയാണ്. എന്നാൽ നിങ്ങൾ എന്നെ ഈ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടോ, എനിക്കിനി എന്തായാലും ജോലിയൊന്നുമല്ല, എനിക്ക് അവനെ ഇല്ലാതാക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നും പറഞ്ഞ് തൻ്റെ അച്ഛൻ്റെ അരികിലേക്ക്, അതായത് ജയിലിലേക്ക് കാണാൻ ചെല്ലുകയാണ് സരയു. അങ്ങനെ ജയിലിൽ വെച്ച് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ എന്തായാലും അവൻ ഇങ്ങോട്ട് തിരികെ വരും, അവനെ ഞാൻ കണ്ടായിരുന്നു, അവൻ എന്തായാലും ഇവിടേക്ക് വരുമ്പോഴും അച്ഛൻ ഇനി ഇവിടുത്തെ ജയിൽ വാർഡന്മാരെ ഒന്നും നോക്കണ്ട, അച്ഛൻ അവൻ്റെ കൊന്നിരിക്കണം, അതെനിക്ക് അച്ഛൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വലിയൊരു കാര്യം തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സരയു പറയുമ്പോൾ രാഹുൽ പറയുകയാണ്, അങ്ങനെ തന്നെയാണ് മോളെ ഞാനും വിചാരിച്ചിട്ടുള്ളത്, എന്തായാലും അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. തന്നെയല്ല, ഇപ്പോൾ വിക്രം ഇവിടെ വന്നിട്ടുണ്ടല്ലോ, വിക്രവും മനോഹറിന് തീരെ ഇഷ്ടമല്ല. അവൻ്റെ ചില നേരത്തെ അച്ഛൻ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഒരു ഉപദേശവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് വിക്രത്തിന് ഇഷ്ടമല്ല. പിന്നെ ഇപ്പോൾ കല്യാണിയോടും കിരണോടും ഒക്കെ അവന് കൂറുള്ള പോലെയാണ് സംസാരിക്കുന്നത്, അതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. എന്തായാലും നമ്മുടെ ഈ ഗംഗപ്രസാദ് അവൻ മരണപ്പെട്ടത് അത് നമുക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ സരയുന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സരയു പറയുകയാണ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ ഭാഗത്താണ് തെറ്റ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നതും എന്നെ ചതിച്ചത്, എനിക്ക് ഈ ലോകത്ത് ഇഷ്ടപ്പെടാത്ത ഒരു ആൾ എന്ന് പറയുന്നത് മനോഹറാണ്. അവനെ ഇല്ലാതാക്കണം, അല്ലാതെ നമ്മൾ മുന്നേ കണ്ടിരുന്ന നമ്മുടെ ശത്രുക്കളൊന്നും അവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല, അവരൊക്കെ നമ്മുടെ മിത്രങ്ങളാണ്. കല്യാണിയായാലും കിരണായാലും അവരൊക്കെ നമ്മുടെ മിത്രം തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും അച്ഛൻ സംസാരിക്കേണ്ട എന്ന് പറയുകയാണ്. എന്തായാലും കല്യാണിയെ ഒഴിവാക്കിയിട്ട് കിരണിൻ്റെ ജീവിതത്തിൽ മോള് ചെന്ന് പെടണം, എങ്കിലേ മോൾക്ക് ഇനി രക്ഷയുള്ളൂ. പിന്നെ അവൻ്റെ കുഞ്ഞിനെയും മോളുടെ കുഞ്ഞിനെയും സുഖമായിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ സരയെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അവിടെ വരുന്ന മനോഹറിനെ ഇല്ലാതാക്കണമെന്ന ഒറ്റ കാര്യം തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സരയു. അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. തിരികെ എത്തുന്ന വിക്രം ചോദിക്കുന്നുണ്ട്, ആരാ ചേട്ടാ വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് മോളാണ് സരയുവാണ് എന്ന് പറയുന്നു. എന്തിനാ ഇപ്പം അവൾ വന്നത് എന്ന് ചോദിക്കുകയാണ്. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ജയിലിലോട്ട് തിരികെ വരുന്നുണ്ട്, അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇനി കൈപ്പിഴകളൊന്നും സംഭവിക്കാതെ അവൻ്റെ ജീവൻ എടുക്കണമെന്ന് എന്നോട് പറയാനാണ് അവൾ വന്നത് എന്ന് പറയുന്നുണ്ട്. രാഹുൽ ഏട്ടൻ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. എന്തായാലും ഞാൻ ഇനി നാട്ടിലോട്ട് എനിക്ക് പരോള് എന്തായാലും കിട്ടും, അത് ഈ കാർത്തിക അവളുടെ കല്യാണത്തിന് മുമ്പ് തന്നെയായിരിക്കും അത് കിട്ടാൻ പോകുന്നത്. ആ കല്യാണം ഞാൻ ഒരിക്കലും നടത്തില്ല, അത് പിന്നെ തന്നെയല്ല അവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്, എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മരണം. അവരുടെ ബോഡി കാണാൻ ഞാൻ പോയില്ല എന്ന് തന്നെ സത്യം തന്നെയാണ്. പക്ഷേ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമില്ലായിരുന്നു, എനിക്ക് മാത്രമല്ലേ ആ സ്ത്രീയോട് വെറുപ്പുള്ളൂ. എന്നിട്ട് പോലും അവരുടെ ഇത്ര അടുത്ത് മരിച്ച് ഇപ്പോൾ അടുത്ത് തന്നെയല്ലേ മരണം നടന്നിട്ടുള്ളൂ, എന്നിട്ട് പോലും അവരവരുടെ വിവാഹം നടത്താനും അവർ സന്തോഷം കണ്ടെത്താനുമൊക്കെയാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യമാണ് വരും. എന്തായാലും ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും വിക്രം അതിനുള്ള തീരുമാനവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവർ വിചാരിച്ച കാര്യങ്ങൾ പോലെയൊന്നുമല്ല അവിടെ പുറത്ത് നടക്കുന്നത്. എന്തായാലും ഈ പറയുന്ന ലക്ഷ്മി അമ്മ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കിരണിന്. ആ ഗംഗ അവൻ ആമയുടെ ജന്മമാണ്, അവൻ ഒരിക്കലും
മരിക്കില്ല. ഇനിയിപ്പോൾ മരിച്ചതായിട്ട് നമുക്കൊട്ടും അറിവുമില്ല. അതുകൊണ്ട് കിരണ് തെറ്റ് പറ്റിയോ എന്ന് പലവട്ടം ചോദിക്കുന്നുണ്ടെങ്കിലും കിരൺ പറയുന്നുണ്ട് ഒരിക്കലുമില്ല, എനിക്കൊരിക്കലും തെറ്റ് പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഗംഗ മരിച്ചു എന്ന വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടിയുള്ള ആ ഒരു അവർക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആർക്കുമില്ല. അവർ സ്വതന്ത്രമായി എന്ന രീതിയിലാണ് നടക്കുന്നതും. അങ്ങനെ കാർത്തികയുടെ വിവാഹം അടുത്തിരിക്കുകയാണ്. എന്തായാലും ജ്വല്ലറിയിൽ പോയി സ്വർണങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ആദർശിൻ്റെയും നയനയുടെയും കടയിൽ നിന്ന് തന്നെയാണ് സ്വർണ്ണമൊക്കെ വാങ്ങിക്കുന്നത്. അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവാണ്. ഒരുപാട് സ്വർണങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ദിലീപ് ഏട്ടന് സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. എന്തായാലും മോളെ നമ്മുടെ കാർത്തിക ഫുഡ്സ് പിന്നെ ഇപ്പം പറയുന്ന ഗംഗയുടെ പേരിലുള്ള കുറേ സ്വത്തുകൾ അത് നമുക്ക് വേണ്ട, അത് വല്ല അനാഥാലയത്തിലും കൊടുക്കാം. അവൻ്റെ സ്വത്തുകളൊന്നും നമുക്ക് വേണ്ടെങ്കിലും മോൾക്ക് ജീവിക്കാനുള്ളതിൽ കൂടുതൽ 2 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മ പറയുകയാണ്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഗംഗയാണെങ്കിൽ ഗംഗ കാട്ടിൽ ചികിത്സയിലും സുഖമായൊരു ജീവിതത്തിലുമാണ്. ഇനി ഇത്രയും നല്ലൊരു ഒളിതാമസം വേറെ ഇല്ല, ഒളിസ്ഥലം വേറെ കിട്ടാനില്ല എന്നൊരു ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അമലുവിനെ പ്രേമിക്കുകയും അവളുടെ മനസ്സ് കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തനിക്ക് മറ്റൊരു പെണ്ണ് സ്റ്റെഫി അവൾ പുറത്തുണ്ടെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ അമലുവിനെ സ്നേഹിച്ച് തീരൂ എന്ന് ഗംഗയ്ക്ക് അറിയാം. അത് തന്നെയല്ല വേലു അമലുവിൻ്റെ മുറച്ചെറുക്കാനായിട്ടുള്ള, അതായത് മൂപ്പൻ എടുത്ത് വളർത്തിയതാണ് വേലുവിനെ. ആ വേലു അമലുവിനെ പ്രണയിക്കുകയും അമലുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. ആ അമലു വേലുവിനെ പോലും വകവയ്ക്കാതെയാണ് ഗംഗയെ പ്രണയിക്കുന്നത്. വേലുവിന് അതൊന്നും തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല. പല പ്രാവശ്യം ഫോറസ്റ്റിൽ നിന്ന് ആൾക്കാർ അന്വേഷിച്ച് വന്നപ്പോഴും താൻ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ ഒറ്റ കൊടുക്കാൻ പാടില്ല, മൂപ്പനെയും മകളെയും കൂടെ ഇത്രയും നാൾ നിന്നിട്ട് ഒറ്റ കൊടുക്കാൻ പാടില്ല എന്നൊരു തീരുമാനമുള്ളത് കൊണ്ട്, അതൊരു വഞ്ചനയാണെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് വേലു ഇവിടെ അങ്ങനെ ഒരു ആൾ വന്നിട്ടില്ല ഗംഗയെക്കുറിച്ച് ഒന്നും തന്നെ ഫോറസ്റ്റുകാരോട് പറയാത്തതും. എന്തായാലും ഒരു ദിവസം രാത്രി, അതായത് ക്രിസ്മസിൻ്റെ തലേ ദിവസം ഇവിടെ നിന്നും കാണാതാവുകയാണ് നമ്മുടെ ഗംഗയെ. അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്, നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അവൻ അവിടെ ഇറങ്ങിയിട്ട് അവിടെ ക്രിസ്മസിൻ്റെ തലേദിവസമായതുകൊണ്ട് തന്നെ കരോളൊക്കെ ഇങ്ങനെ ഇറങ്ങുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ അവൻ മുഖംമൂടിയും ആ ഒരു വേഷമൊക്കെ ധരിച്ചിങ്ങനെ നടക്കുന്നുണ്ട് അവർക്കിടയിലൂടെ. അപ്പോൾ ആ മുഖത്തു നിന്നും എടുത്ത് മാറ്റുമ്പോൾ കറക്റ്റ് കാണാം അത് ഗംഗ തന്നെയാണെന്ന്. അങ്ങനെ നേരെ വരുന്നത് ലക്ഷ്മി അമ്മയുടെ വീടിന് മുന്നിലാണ്. അങ്ങനെ പാപ്പ എല്ലാവരും ചേർന്ന് ക്രിസ്മസിൻ്റെ ആ ഒരു കരോളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ലക്ഷ്മി അമ്മ പുറത്ത് അങ്ങനെ വലിയ സന്തോഷത്തോടുകൂടി ആ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നായിരിക്കും ഇവരെല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ ഒരു പാപ്പ മാത്രം, അതായത് ഒരു സാന്താക്ലോസ് മാത്രം പോവാതെ അവിടെ നിൽക്കുന്നതും പെട്ടെന്ന് അകത്തേക്ക് കയറുന്നതും അയാളുടെ കയ്യിൽ ഒരു കത്തിയിട്ട് കറക്കി അയാളുടെ കത്തി കൊണ്ട് നേരെ ലക്ഷ്മി അമ്മയുടെ അരികിലേക്ക് വരുന്നതും കാണും. ലക്ഷ്മി അമ്മ പേടിച്ച് പറിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ലക്ഷ്മി അമ്മയെ അപകടപ്പെടുത്തി കുത്തി അവിടെ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും അതേ കാട്ടിലേക്ക് പോകാൻ തന്നെയാണ് നമ്മുടെ ഗംഗ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഈ ലക്ഷ്മി അമ്മയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവിടെ നിന്നും അവന് രക്ഷപ്പെടാനും സാധിക്കില്ല. തന്നെയെല്ലാം ഇനിയിപ്പോൾ കുത്താതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് കാട്ടിലേക്ക് തിരിച്ചെത്തിയാലും ഇവൻ എവിടെ പോയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കി വരുമ്പോൾ അത് ഈ ഗംഗയെ പറ്റിയുള്ള എല്ലാ ചരിത്രവും ഈ അമലുവും അതുപോലെ മൂപ്പനും എല്ലാവരും അറിയുന്നുണ്ട്. അങ്ങനെ ആ കാടിനുള്ളിൽ വെച്ച് തന്നെ ഗംഗയ്ക്കുള്ള ശിക്ഷ അവർ ഉറപ്പാക്കുകയും ചെയ്യുകയാണ്. ഇത്രയും നാളും അവരെ വിശ്വസിപ്പിച്ച് ചതിച്ച ഗംഗയെ വെറുതെ വിടില്ല. അവരെന്തായാലും ഉറച്ച തീരുമാനത്തോടു കൂടി നല്ല ശിക്ഷ കൊടുക്കും. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.